എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ബാക്കി വന്ന പുട്ട് കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. പോകാം നമ്മൾക്ക് വീഡിയോയിലേക്ക്. ഒരു അരക്കുറ്റി പുട്ട് ഞാൻ കൈകൊണ്ട് നന്നായി പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു മുട്ട പൊട്ടിച്ചത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ചീകിയെടുക്കാം. പൊടിച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. മുട്ടയെല്ലാം നമ്മളിങ്ങനെ ചീകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയൊരു സവാള പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്തത്, ഇതിലേക്ക് ചെറിയൊരു ക്യാരറ്റ് നൈസായി കനം കുറച്ച് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ലേശം കുരുമുളക് ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി പച്ചവാസന മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ചെറു ചൂടിൽ വേണം ഇളക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട ചീകിയെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പുട്ട് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കാണുന്നവർ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.